ഹായ് പ്രിയപ്പെട്ട മച്ചാമാർ, ഞാനിപ്പം നിൽക്കുന്നത് നമ്മുടെ നിർമ്മലാപുരം ചുങ്കപ്പാറ, അതായത് കോട്ടാങ്ങാൽ പഞ്ചായത്തിലെ നിർമ്മലാപുരം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് കേട്ടോ. നമുക്കറിയാം ടൂറിസം സാധ്യതകൾ ഏറ്റവും കൂടുതലുള്ള ഒരു പ്രദേശമാണ്. നമുക്കറിയാം ഇവിടെ തൊട്ടടുത്താണ് നാഗപ്പാറ. അതുപോലെ തന്നെ ബൗണ്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പം നിൽക്കുന്നത് ഫോറസ്റ്റ് ഏരിയ ആണ്. അപ്പം നമുക്കറിയാം ഏതാണ്ട് ഒരു നിരവധി കുടുംബങ്ങൾ, ഒരു എത്ര നിങ്ങളുടെ കുടുംബങ്ങളുണ്ട് ഇവിടെ? ഒരു വീട്ടുപേര് തന്നെ മോഡിക്കാരെന്ന് പറഞ്ഞ് 20 വീട്ടുകാരുടെ ഒരു ആവശ്യം നമ്മുടെ പ്രിയപ്പെട്ട MLA, നമുക്കറിയാം റാന്നിയിൽ കഴിഞ്ഞ ഒരു 10-25-30 വർഷത്തിനിടയ്ക്ക് നമുക്ക് ആരെ കുറ്റം പറയാനും പാടില്ല, പക്ഷെ നല്ല കാര്യം നമ്മൾ നല്ലതായിട്ട് തന്നെ പറയണ്ടേ. ഈ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പ് ഈ മോഡി കുടുംബം ഒരാവശ്യം നമ്മുടെ പ്രിയപ്പെട്ട ഒരു 2 വർഷത്തോളമായി എന്തുവായിക്കോട്ടെ, നമ്മുടെ പ്രിയപ്പെട്ട MLA അഡ്വക്കേറ്റ് പ്രമോദ് നാരായണ സാറിനെ സമീപിച്ച് അദ്ദേഹം ഇവിടെ ഒരു സ്വകാര്യ സന്ദർശനത്തിന് ഈ പ്രദേശമൊക്കെ ഒന്ന് സന്ദർശിക്കാൻ വേണ്ടി ഒന്ന് വരികയുണ്ടായി. അപ്പോൾ ഇവരെല്ലാവരും കൂടി ഇവരുടെ ഒരു ആവലാതിയായിട്ട്, ഇവിടെ ഒരു ആവശ്യമായിട്ടൊരു കാര്യം പറഞ്ഞു. ഈ റോഡൊന്ന് നന്നാക്കുവാൻ വേണ്ടി MLA ഒരു ഫണ്ട് അനുവദിക്കണമെന്ന്. അദ്ദേഹം ഏതാണ്ട് കഴിഞ്ഞ 2024-25 ഈ കഴിഞ്ഞ വർഷം ഏതാണ്ട് 5 ലക്ഷം രൂപ അതിൻ്റെ ആദ്യ ഗഡുവായിട്ട് അനുവദിച്ചതിൻ്റെ ഏറ്റവും വലിയ സന്തോഷമാണ്. ഇരിക്കുന്നവരെല്ലാം ഞാൻ കാണിച്ചു തരാം. ഞാൻ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. ഓക്കെ ചേട്ടാ, എത്ര വർഷം? നമുക്കൊരു 2 വർഷമായോ ഇതിനു വേണ്ടി? അദ്ദേഹത്തിന് ആവശ്യപ്പെട്ടപ്പോഴേ അദ്ദേഹം പറഞ്ഞില്ലേ, ഓക്കെ നിങ്ങളുടെ കാര്യം പരിഗണിക്കുമെന്ന് പറഞ്ഞില്ലേ? അതാണ് ഒരു ജനകീയ നേതാവ് കേട്ടോ. നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. നല്ല കാര്യം ചെയ്ത ആൾ. നമുക്കവിടെ രാഷ്ട്രീയമൊന്നും നോക്കണ്ട. ഒരു നാടിൻ്റെ വികസനം, പ്രത്യേകിച്ച് ഇവിടെ കൂട്ടമായി താമസിക്കുന്ന ഈ നിർമ്മലാപുരത്തെ ആൾക്കാർക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ഈ റോഡ്. നിങ്ങൾ റോഡ് കാണുന്നതൊക്കെ ഇന്നിപ്പം അതായത് ഇന്റർലോക്ക് വരാത്തത് കൊണ്ടാണ് ഇത്രയും ഭാഗത്ത് ഏതാണ്ട് ഇപ്പം ഞാൻ താഴെ ഭാഗം കൂടെ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇത്രയും വശം ഇൻ്റർലോക്ക് ചെയ്ത് കഴിഞ്ഞു. അതിനെന്തൊരു ഭംഗിയുണ്ടെന്ന് നോക്കി. അത് അത്യാവശ്യ ഘട്ടത്തിൽ ഒരു വണ്ടി വരാനോ സ്വന്തമായിട്ട് അവർ പ്രൈവറ്റ് വാഹനം ഉപയോഗിക്കാനോ ഒരു വണ്ടി ടാക്സി വിളിക്കുവാനോ ഉള്ള ഏറ്റവും നല്ല സൗകര്യമായിട്ടാണ് ഇവർക്ക് കിട്ടിയത്. കുടിവെള്ള ക്ഷാമം അങ്ങനെ ഉണ്ടോ നിങ്ങൾക്ക്? അതെല്ലാം പറയാം. അതിൻ്റെ കുടിവെള്ളത്തിന് എന്തെങ്കിലും പരിഹാരം ഉണ്ടായിട്ടുണ്ട്? പൈപ്പിട്ടുണ്ട്. അതിന് പരിഹാരം ഉണ്ടാകും, നമുക്ക് പ്രതീക്ഷിക്കാം. അതെല്ലായിടത്തും ഉണ്ട്, ജലനിധിയല്ലേ. അപ്പം വരുമെന്ന് അത് നമുക്ക് MLA നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താം. നമുക്ക് നിർമ്മലാപുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ താഴെ കുരിശിൻ്റെ അവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് കേട്ടോ? 2.5 കിലോമീറ്റർ. നോക്കെ വനത്തിൻ്റെ അതിർത്തിയാണ്. നല്ല ടൂറിസം സാധ്യതയൊക്കെയാണ്. എല്ലാവർക്കും അറിയാവുന്നൊരു നാഗപ്പാറ എന്ന് പറഞ്ഞൊരു സ്ഥലമൊക്കെ. അതെ, MLA നിങ്ങൾക്ക് ആവശ്യപ്പെടാം, ഇതിനകത്തോടെ ആവശ്യപ്പെടാം. MLA ഇത് കാണുന്നതാണ്. അപ്പം ഓക്കെ അത് അടുത്ത പ്രാവശ്യം ഇത് അനുമതിൻ്റെ ഉദ്ഘാടനം എനിക്ക് തോന്നുന്നത് MLA ഇവിടെ പ്രിയപ്പെട്ട സാർ എത്തുമെന്നാണ് തോന്നുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ ഒരു അപേക്ഷ കൂടെ, ഒരു പരാതി കൂടെ കൊടുക്കുക, ഒരാവശ്യമായിട്ട് കൊടുക്കുക. അദ്ദേഹം അതിനും പരിഹാരം ഉണ്ടാകും. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം നമുക്കറിയാം പത്തനംതിട്ട ജില്ലയിൽ വികസനത്തിൻ്റെ കാര്യത്തിൽ ഇപ്പം കിട്ടിയില്ലേ? നിങ്ങളുടെ ആവശ്യം പരിഗണിച്ചില്ലേ? അപ്പം നമ്മളിത് ചിന്തിക്കേണ്ട എന്നറിയാവും. നമുക്കൊരു ജനകീയത, അതിനകത്ത് ഒരു രാഷ്ട്രീയം മറന്നുള്ള ഒരു ജനകീയ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം കൊടുക്കുന്ന നേതൃത്വമാണ്. ഞാൻ റാന്നി നിയോജകമണ്ഡലത്തിൽ പല ഭാഗങ്ങളിൽ പോകുന്നുള്ള വ്യക്തിയാണ്. അപ്പം നമുക്കറിയാം അദ്ദേഹത്തിനുള്ള അംഗീകാരവും അഭിനന്ദനവും അതുപോലെ ആശംസ പ്രാർത്ഥന എല്ലാം ഉണ്ട്. കാരണം ഏതൊരു മനുഷ്യൻ ഏത് കാര്യം പറഞ്ഞാലും അദ്ദേഹത്തിനെ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റിയൊരു ജനകീയ നേതാവാണ്. അദ്ദേഹത്തെ വീണ്ടും നമുക്ക് ഒരു ജനപ്രതിനിധിയായിട്ട് തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാമെന്നും അത് പ്രത്യേക ഒരു ആശംസ ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി. അതുതന്നെ നമുക്കൊരു ജനകീയത എന്ന് പറയുമ്പോഴത്തെ ഒരു കാര്യം നമുക്ക് ഇതിനകത്ത് ചിന്തിക്കേണ്ടത്, അവിടെ രാഷ്ട്രീയമില്ല. നാടിന് വേണ്ടി നല്ല പ്രവർത്തനം ചെയ്യുന്നതാണ് ആ നല്ലയാൾ. അവിടെ ജനകീയത എന്ന് പറയുന്ന ജനകീയ നേതാവാകുന്നത്. ഓക്കെ, എല്ലാവർക്കും വേണ്ടി ഞാൻ ഒരിക്കൽ കൂടി ആശംസ അർപ്പിക്കുന്നു. ഓക്കെ, അടുത്ത MLA അടുത്തൊരു അത് തന്നെ ഉണ്ട്. മണ്ണാർത്തറ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് കിട്ടുമല്ലേ? ഇതുവഴി മണ്ണാർത്തറയ്ക്ക് റോഡ് ക്ലിയറായ എത്ര? ഒരാൾ പറഞ്ഞു 1.5 കിലോമീറ്ററേ ഉള്ളൂ. പറഞ്ഞുകൊണ്ടോ? 1.5 കിലോമീറ്റർ. അതും അദ്ദേഹത്തിന്റെ പരിഗണന നിങ്ങൾ കൊടുക്കുക. അതും അടുത്തൊരു ബഡ്ജറ്റിൽ അദ്ദേഹം പാസ്സാക്കി തരും റോഡ്. പിന്നെ എനിക്ക് തോന്നുന്നു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആകുമ്പോൾ പിന്നെ അതിൻ്റെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിലെല്ലാം പ്രശ്നവും പരിഹാരം ഉണ്ടാകേണ്ടതുള്ളത് നമുക്കറിയാം. അതുകൊണ്ടാണ്. അപ്പം ഓക്കെ, അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു.